അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല മനസ്സ് നൽകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഭർത്താവ് ഭാര്യയെ അതിയായി സ്നേഹിക്കാനുള്ള 2 ടിപ്സുകളാണ്. ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരുപാട് ഭാര്യമാര് സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ ഭർത്താക്കന്മാര് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു തരുന്നില്ല, ഞങ്ങളെ എപ്പോഴും അടിക്കും ഉസ്താദെ, ചീത്ത വിളിക്കുന്നുണ്ട് ഉസ്താദെ, ഭക്ഷണം വാങ്ങിത്തരില്ല, വസ്ത്രം വാങ്ങിത്തരില്ല, ചിലവിന് തരുന്നില്ല, ഞങ്ങളെ ക്രൂരമായി പട്ടിണിക്കിറാറുണ്ട്, ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഉസ്താദെ എന്ന് ഒരുപാട് സഹോദരിമാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഞാൻ ഈ പറയാൻ പോകുന്ന 2 ടിപ്സുകൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിക്കണം. ഇൻഷാ അല്ലാ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിങ്ങളെ ഭർത്താക്കന്മാര് നിങ്ങളെ സ്നേഹിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ ടിപ്സ്, അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മുകളുണ്ട്. അത് ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുകയും നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മന്ത്രിച്ചൂതി ആ ഭക്ഷണം ഭർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മന്ത്രിച്ചൂതിക്കണു എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ഭർത്താവ് അറിയാതെ തന്നെ കൊടുത്താലും മതി. ഒന്നാമത്തെ ഇസ്മ യാ വദൂദ്, യാ വദൂദ് യാ അല്ലാഹ്. ഇതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായ അല്ലാഹ്. യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്. ഇതൊരു 100 പ്രാവശ്യം ചൊല്ലുക. അതോടൊപ്പം തന്നെ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടുന്നവനായ അല്ലാഹ്. ണ്ടോ? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവൻ അല്ലാഹുവാണ്. യാ ജാമിഉ യാ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടുന്നവനായ അല്ലാഹ്. ഇതും ഒരു 100 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ചൊല്ലുക. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മന്ത്രിച്ചൂതിയാലും നമ്മളെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കാൻ അത് കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഭാര്യമാരാകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭർത്താവിനോട് പുഞ്ചിരിച്ച് സംസാരിക്കണം. എപ്പോഴും കയർത്ത് സംസാരിക്കരുതേ, എപ്പോഴും ഭർത്താവിനോട് ദേഷ്യം പിടിക്കരുതേ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭർത്താവിനോട് നല്ല പുഞ്ചിരിയോടെ സ്നേഹത്തോടെ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ മുമ്പിൽ നല്ല വസ്ത്രം ധരിക്കുക, നല്ല മൊഞ്ചുള്ള വസ്ത്രം ധരിക്കുക. എന്നാൽ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കും. നിന്റെ ഭർത്താവ് വരുമ്പോ നീ ഒരു മാലാഖയെ പോലെ ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഷോപ്പിങ്ങിന് പോകുമ്പോ, നമ്മള് വല്ല ഫംഗ്ഷനും പോകുമ്പോ, കല്യാണത്തിലൊക്കെ പോകുമ്പോ അണിഞ്ഞൊരുങ്ങി പോകും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്. ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇത് എന്ത് ഈനാൻ വെച്ച എന്ന് കരുതിയിട്ട്, ഇതെന്ത് സാധനാണ് എന്ന് കരുതിയിട്ട് നമ്മളെ സ്നേഹിക്കൂല. അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നല്ല മനസ്സോടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഭർത്താവിന് എപ്പോഴും വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യാൻ കഴിയൂല, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല. രാവിലെ 6 മണിക്കൊക്കെ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാര് പിന്നെ വരുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ആ സമയത്ത് ഭർത്താവ് വരുന്നതിന്റെ മുമ്പ് ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടുകൂടെ ഉണ്ടാക്കി കൊടുത്താൽ ആ ഭക്ഷണത്തിൽ നിന്ന് ഭർത്താവിന് നിങ്ങളെ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 കൂട്ടരും പ്രാർത്ഥിക്കുക. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പ്രാർത്ഥിക്കുക. എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ അല്ലാ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാര്യയായിരിക്കുക എന്നുള്ളതാണ്. ഇത് ഭർത്താവിന് എന്താ ഇഷ്ടം എന്ന് നമുക്കറിയൂല, ഭർത്താവിന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്കറിയൂല. ലൈംഗിക ബന്ധത്തിലാണെങ്കിലും വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഭർത്താവിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഇസ്ലാമികപരമായ കാര്യങ്ങളൊക്കെ ഭർത്താവിന് ചെയ്തു കൊടുക്കുക. ഇസ്ലാം അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവിന് ചെയ്തു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നിന്റെ ഭർത്താവ് നിന്നെ പൊന്നുപോലെ നോക്കും. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചു കൊല്ലും. നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കും. അല്ലാഹു എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും ബറക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.